എല്ലാവർക്കും മോളിവുഡിന്റെ ജൂലൈ മാസം 22-ാം തീയതിയിലെ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായി OTT-യിൽ റിലീസായതും ഈ റിലീസാവാൻ പോകുന്ന മൂവികളെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു തമിഴ് സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ഈഗോ രാമൻ. ഗണേശൻ നാച്ചിമുത്ത് സംവിധാനം ചെയ്ത് സിബി ചന്ദ്രൻ, റോബോ ശങ്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സിനിമയിൽ മനുഷ്യന്റെ അമിതമായ അഹങ്കാരവും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മാനസിക യുദ്ധവുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകളാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ജൂലൈ മാസം 24 മുതൽ ഇന്ത്യയിൽ റിലീസാവുന്ന ഈ മൂവി സിംപ്ലി സൗത്തിലൂടെ ഇന്ത്യക്ക് അടുത്ത് തന്നെ റിലീസാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഐ നോബഡി. നിസാം ബഷീർ സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ സിനിമ തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു. മമ്മൂട്ടിയുടെ റോഷാക്കിന് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമ എന്നതിലുപരി പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഈ സിനിമയെ പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയത്. ഈ ഡിസാസ്റ്റർ മൂവിയിൽ സാധാരണ സർക്കാർ ജോലിക്കാരനായ രാജീവൻ തന്റെ കുടുംബത്തോടൊപ്പം സാധാരണ ജീവിതം നയിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു ബാങ്ക് കൊള്ളയ്ക്ക് സാക്ഷിയാകുന്നു. കൊള്ളക്കാർ അദ്ദേഹത്തെ ബന്ദിയാക്കി കൊണ്ടുപോകുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഇതുവരെ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. എന്നിരുന്നാലും അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മനോരമ മാക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നും അങ്ങനെയാണെങ്കിൽ മൂവി ഓഗസ്റ്റ് മാസം പകുതിക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ബേസിൽ ജോസഫ് ആദ്യമായി തമിഴിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു ക്യാമ്പസ് കോമഡി ഡ്രാമ ചിത്രമാണ് റാവഡി. നവാഗതനായ വിഘ്നേഷ് വടിവേൽ സംവിധാനം ചെയ്ത ഈ സിനിമ കോയമ്പത്തൂരിലെ ഒരു കോളേജ് ക്യാമ്പസിലും അവിടുത്തെ മെൻസ് ഹോസ്റ്റലുമായാണ് കഥ നടക്കുന്നത്. തമിഴിലും മലയാളത്തിലുമായി ഒരുങ്ങുന്ന ഒരു ഫൺ എന്റർടൈൻമെന്റ് ചിത്രമാണിത്. ഇതിൽ ബേസിലിന്റെ കഥാപാത്രം മലയാളം കലർന്ന തമിഴാണ് സംസാരിക്കുന്നത്. ഇതിൽ ബേസിൽ ജോസഫിന് കൂടാതെ LK അക്ഷയ് കുമാർ, ജാഫർ സാദിഖ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ സിനിമയുടെ തിയേറ്റർ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഓണത്തിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഒരു സീരീസ് ആണ്, ദ ലോർഡ് ഓഫ് ദ റിംഗ്സ്, ദ റിംഗ്സ് ഓഫ് പവർ സീസൺ 3. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ശേഷിയുള്ള വൺ റിംഗ് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ നവംബർ 11 മുതൽ ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹോളിവുഡ് ഹൊറർ കോമഡി ചിത്രമാണ് സ്കറി മൂവി 6. സ്കറി മൂവി പരമ്പരയിലെ 6ാം ഭാഗമാണിത്. ആദ്യ ഭാഗങ്ങളിൽ തിളങ്ങിയ അന്ന ഫാരിസ്, റെജീന ഹാൾ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഈ മൂവി ഇപ്പോൾ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം സൈക്കോളജിക്കൽ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബാലൻ. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ തുടങ്ങി വളരെയധികം പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ബാലൻ. മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സിനിമ തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത്. കാണാതായ അമ്മയെ തേടിയുള്ള ഒരു കൗമാരക്കാരന്റെ ജീവിതകഥയാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ടോവിനോ തോമസ്, ജീൻ പോൾ ലാൽ, അഭിരാം രാധാകൃഷ്ണൻ, ഗിരീഷ് എഡി എന്നിങ്ങനെയുള്ളൊരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി ഇതിനോടകം തന്നെ ഇടം പിടിച്ച ബാലന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 31 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസിനെ കൂടാതെ കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ്, സുധീർ കരമന എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സോണി ലിവിലൂടെ ജൂലൈ മാസം 24 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹൊറർ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദ വിസ്പർ മാൻ. ടോം കെന്നഡി തന്റെ ഭാര്യയുടെ അപ്രതീക്ഷിതമായ വിയോഗത്തിന് ശേഷം തന്റെ മകൻ ജെയ്ക്കിനൊപ്പം ഫെദർബാങ്ക് എന്ന ഗ്രാമത്തിൽ താമസിക്കാനെത്തുന്നതും അവിടെ നിന്നും തന്റെ മകനെ ദി വിസ്പർ മാൻ എന്ന പേരുള്ള സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോവുകയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് സീക്രട്ട് ഓഫ് കലിംഗ. കോളേജ് സ്ഥിതി ചെയ്യുന്നത് പഴയ കലിംഗ രാജ്യത്തിന്റെ ഭൂമിയിലാണ്. അവിടുത്തെ ഒരു കിണറ്റിൽ നൂറ്റാണ്ടുകളായി തടവിലാക്കപ്പെട്ട ഒരു രാജകുമാരിയുടെ ആത്മാവിനെ ഒരു പുതുവർഷ രാവിൽ വിദ്യാർത്ഥികൾ യാദൃശ്ചികമായി ഈ കിണറിന്റെ സീൽ പൊട്ടിക്കുന്നു. അതോടെ ആത്മാവ് മോചിപ്പിക്കപ്പെടുകയും ഇതിലൂടെ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സനീഷ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ അൽതാഫ് സലീം, മാളവിക മേനോൻ, റിയാസ് ഖാൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം സൺ നെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 24 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് റൊമാന്റിക് ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ചിന്ന ചിന്ന ആസൈ. വാരണാസിയുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. വർഷ വാസുദേവ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടൂർ സംഘത്തിൽ നിന്നും വേർപെട്ടു പോയ നായിക ലീനയും മറ്റൊരു വ്യക്തിയും തമ്മിൽ വാരണാസിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ ഒരു പ്രത്യേക അടുപ്പം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ ഫീൽ ഗുഡ് റൊമാന്റിക് ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 28 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.